യു ബുഷ് ഇതിനകത്ത് ടൈറ്റാണ്. 3 ബുഷും ഈ പ്ലേറ്റിനകത്ത് ടൈറ്റായിട്ടാണ് കയറുന്നത്. പക്ഷെ അത് മാത്രം പോരാ. നമുക്കിതിനകത്ത് തേയ്മാനം ഉണ്ടോ എന്ന് നോക്കണം. ഈ കാല് തേയ്മാനം ഉണ്ടോ എന്ന് നോക്കണം. കാല് തേയ്മാനം ഇല്ല. അത് ഈ പ്ലേ വരരുത്. ഈ പ്ലേ വരാൻ പാടില്ല. ഈ പ്ലേ വരുമ്പോൾ നമുക്കത് വർക്കിങ് ഒരു ദിശയില്ലാതെ പോകും. കണ്ടില്ലേ? ഇതിങ്ങനെ പോകണം, ഇങ്ങനെ വർക്കാവണം. അതിട്ട് കാണിച്ചു തരാം. ഇത് മൂവിങ് ആകുമ്പം ഇത് കറക്റ്റായിട്ട് ഇപ്പം നെരിങ്ങിയിരിക്കുകയാണെങ്കിൽ കണ്ടേ ഇങ്ങനെ വരണം. കണ്ടോ? ഇങ്ങനെ വരണം. ഇത് തേയ്മാനുണ്ടെങ്കിൽ ഇത് ഏക്കോണിച്ചേ അത് വർക്കാവത്തുള്ളൂ. കണ്ടോ? അത് നമുക്ക് വൈബ്രേഷൻ വരവ് കുറവൊക്കെ ബാധിക്കും. അപ്പോൾ നമുക്ക് പുതിയ ബുഷ് ഇട്ട് നോക്കാം. ഈ സൈഡ് പ്ലേ കാണരുത്. ഇതിനകത്ത് ടൈറ്റ് മാത്രം നോക്കിയാൽ പോരാ. ഇതിനകത്ത് ടൈറ്റാണ്. ചുമ്മാ കയറ്റി വെച്ചാലും ആ സൈഡ് ടൈറ്റാവും. പക്ഷെ അകത്ത് നമുക്ക് തേയ്മാനം നോക്കണം. അത് പഴയതാണ്. പുതിയ ഇട്ട് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഇട്ട് നോക്കാം. സൈഡ് പ്ലേ ഇല്ല. കണ്ടില്ലേ? സൈഡ് പ്ലേ ഇല്ല. ആ സൈഡ് പ്ലേ കൂടെ നമുക്ക് നോക്കണം. നമുക്ക് ഈ ബുഷ് മാത്രം നമുക്ക് ഈ പ്ലേറ്റിന് ഇതിനകത്ത് ടൈറ്റായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെയും കൂടി നമുക്ക് തേയ്മാനം ഉണ്ടെങ്കിൽ ബുഷ് മാറയിലേ ഒക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതൊക്കെയുള്ള ഒരു വ്യത്യാസം വരും. ഈ 3 കാല് ഈ പ്ലേറ്റ് ഇതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി തേയ്മാനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബുഷ് ഇട്ടാലും അപ്ലൈ കാണിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബോഡി തന്നെ മാറണം. ഈ ബോഡി നോക്കാനുള്ള സംഭവങ്ങൾ ഈ സൈഡ് ഈ ബുഷ് വരുന്ന സൈഡ് തേയ്മാനം ഉണ്ടോ നോക്കണം. ഈ കാല് തേയ്മാനം ഉണ്ടെങ്കിൽ നമ്മൾ ബുഷ് മാറിയാൽ അത് കുറച്ച് ദിവസം വീണ്ടും അത് അടി വരും. ഇതിന് തേയ്മാനം ഇല്ല. അത് മാത്രം ഈ പ്ലേറ്റിനകത്ത് ഇടുന്ന ബുഷ് ഈ പ്ലേറ്റ് മാത്രം ടൈറ്റായിട്ടിരുന്നാലും പോരാ. ഇവിടെയും നല്ല കട്ടി വേണം. എന്നാലേ അത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ പുതിയ ബുഷ് കുഴപ്പമില്ലാണ്ടല്ലോ, നല്ല ടൈറ്റുണ്ട്. എൻ്റെ പ്ലേ ഇല്ല. സൂമിച്ച് സൈഡ് പ്ലേയും ഒന്നുമില്ല. ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് പ്ലേയും വലിയായിട്ടില്ല. സൈഡ് പ്ലേയും വലിയ കുഴപ്പമില്ല. ബുഷ് മാറിയാലേ ഒക്കത്തുള്ളൂ. അല്ല നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ആൾട്രേഷൻ പണി ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ നമുക്ക് ആ വർക്കിംഗ് നോക്കാം. കുഴപ്പമില്ല. ബുഷ് പോയിട്ടുണ്ടെങ്കിൽ ബുഷ് മാറുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.